AFC ചാമ്പ്യൻസ് ലീഗ് 2 കളിക്കാത്തതിന്റെ പേര് പറഞ്ഞ് അവരെ ട്രോള് മെഴുകിയാലും എന്തൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചാലും പരിഹസിച്ചാലും നിലവിൽ ഇന്ത്യൻ ഫുട്ബോൾ ഭൂമികയിൽ ഏറ്റവും തലയുയർത്തി നിൽക്കാൻ കഴിയുന്ന ക്ലബ്ബുകളിൽ ഒന്ന് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് തന്നെയാണ്. എല്ലാ ക്ലബ്ബുകളും നിലവിലെ സാമ്പത്തിക പരിതസ്ഥിതികളെ കുറിച്ച് ഓർത്ത് തങ്ങളുടെ പേ കട്ട് ചെയ്യണം, ഞങ്ങൾ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്, എൻട്രി ഫീസ് കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞ് കഴഞ്ഞ് മെഴുകുന്ന സാഹചര്യത്തിലും സാമ്പത്തികമായി മറ്റ് ചില ഘടകങ്ങൾ കൊണ്ട് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് തലയുയർത്തി തന്നെ നിൽക്കുകയാണ്. അവർ സാലറി കട്ടിനോ പേ കട്ടിനോ ഒന്നും നിൽക്കുന്നില്ല. കോൺട്രാക്റ്റുകളുള്ള എമൗണ്ട് തന്നെ എല്ലാ താരങ്ങൾക്കും നൽകും എന്ന് ഉറപ്പിച്ചതിന് പിന്നാലെ തന്നെ മറ്റു ടീമുകൾ എല്ലാവരും താരങ്ങളെ ലോണിൽ പറഞ്ഞയച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് തങ്ങളുടെ വിദേശ താരങ്ങളെ എല്ലാവരെയും അണിനിരത്തി ട്രെയിനിങ് വരെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ അവർ ജനുവരി 11-ാം തീയതി റിസർവ് ടീമിനെതിരെ പ്രദർശന മത്സരവും വെച്ചിട്ടുണ്ട്. അതായത് മോഹൻ ബഗാന്റെ റിസർവ് ടീമും മോഹൻ ബഗാന്റെ മെയിൻ ടീമും തമ്മിൽ മത്സരം നടക്കുകയാണ്. താരങ്ങളെ എല്ലാവരെയും അണിനിരത്തി പരിശീലനം നടത്തി മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് താരങ്ങളെ നല്ല രീതിയിൽ പൈസയും കൊടുത്ത് സാറ്റിസ്ഫൈ ചെയ്ത് വെൽ മോട്ടിവേറ്റഡ് ആക്കി നിർത്തുമ്പോൾ മുടന്തി നീങ്ങുന്ന മറ്റ് ക്ലബ്ബുകൾ ഇത്തവണത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ ചെണ്ടകളാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഫുൾ പൊട്ടൻഷ്യൽ സ്ക്വാഡിനെയും കൊണ്ട് തേച്ച് മിനുസപ്പെടുത്തി നിൽക്കുന്ന ഇടേ അവിടെ മറ്റു ചില ക്ലബ്ബുകളും അണിയരയിൽ വൻ പണികളൊക്കെയാണ് കേട്ടോ. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ ഒന്നും നമ്മൾ മറക്കരുത്, അതവിടെ നിൽക്കട്ടെ. പക്ഷേ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ജനുവരി 11-ാം തീയതി ഒരു മത്സരം വെച്ചിട്ടുണ്ട്. അതുകൂടാതെ താരങ്ങൾക്കെല്ലാം നേരത്തെയുള്ള കോൺട്രാക്റ്റിലെ പോലെ എമൗണ്ട് നൽകും എന്ന് പറയുന്നുണ്ട്. പരിശീലനവും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഇത്തവണ എതിരാളികൾക്ക് വളരെ വലിയ വെല്ലുവിളി എന്നതിനപ്പുറത്തേക്ക് എതിരാളികളുടെ പേടി സ്വപ്നം തന്നെയായിരിക്കും ബംഗാൾ കടുവകൾ ഇത്തവണ.